ഒന്ന് ദൈവസഭയ്ക്ക് വേണ്ടി കരമാക്കിക്കൊണ്ടെങ്കിൽ തലമുറയായി ആരെങ്കിലും ഒരു അനുഭവം ദൈവസഭയ്ക്കകത്തുള്ളത് തലമുറയെ മാനിക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചെങ്ങന്നൂർ പ്രദേശത്തായിരുന്നു. വെൺമണി എന്നൊരു പ്രദേശമുണ്ട്. ഈ കേരളത്തിൽ പ്രളയമുടിയ സമയത്തൊക്കെ ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് ചെങ്ങന്നൂരാണ്. വെൺമണി എന്ന് പറഞ്ഞ പ്രദേശത്ത് ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ട്, പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് വെൺമണി പ്രദേശം നോക്കിയപ്പോൾ ഒരുപാട് വീടുകൾ അടച്ചിട്ടിരിക്കുക. വീടിന്റെ അകഭാവം ഒന്ന് കാണാൻ പറ്റില്ല. കാരണം ഒരു കെട്ടിടത്തിന്റെ അത്രയും മുഖത്തിൽ മതിലുകളും ഗേറ്റുകളും ഒക്കെ. എന്നിട്ട് അതിന്റെ ഫ്രണ്ടിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പേരുകൾ ബഥേൽ. ഹല്ലേലൂയ, ആമേൻ. ബഥേൽ എന്ന പേര് ആരെഴുതിയിരിക്കുക? ബഥാനിയ എഴുതി വെച്ചേക്കുക. അതൊക്കെ ആരെഴുതി വെക്കുക? ഹല്ലേലൂയ. ഈ പേരുകളൊക്കെ എഴുതി വെച്ചേക്കുന്ന കുറ്റൻ കെട്ടിടങ്ങളാണ്. കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന കെട്ടിടങ്ങളാണ്. ഉടമസ്ഥരും മക്കളൊന്നും ഇവരുണ്ട്. അവരൊക്കെ അമേരിക്കയിൽ എവിടെയാണ് കിടക്കുക. ആമേൻ, സ്തോത്രം. എന്നിട്ട് ഈ കെട്ടിടങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി കെയർടേക്കേഴ്സാണ്. ശമ്പളം കൊടുത്ത് ആക്കി വെച്ചേക്കുക. അവരിതിനൊക്കെ പരിഹരിക്കുന്നത്. പക്ഷെ പെരുവെള്ളം വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനകത്തുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കാണും, നശിച്ചുകാണും. പക്ഷെ പിന്നത്തേതിന് ചെങ്ങന്നൂരും തിരുവല്ലയും ചങ്ങനാശ്ശേരിയും ഒക്കെ പറയാൻ തുടങ്ങി. അവൻ ഇവിടെയുള്ള വലിയ വീടുകളൊക്കെ അവൻ വെള്ളവസ്ത്രം ധരിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും പാട്ട് പാടാനൊക്കെ പോകുന്ന ജനമില്ലേ, തുള്ളാൻ പോകുന്ന ജനമില്ലേ, അവരുടെ വീടുകളെ വലിയ വീടുകളെന്ന് പറയാൻ തുടങ്ങി. പിന്നെ പറയാൻ തുടങ്ങി കുമ്മനാടും തിരുവല്ലയും പലയിടത്തും ഒക്കെ ഏറ്റവും വലിയ അടൂരും കൊട്ടാരക്കരയും ഒക്കെ ഏറ്റവും വലിയ ബാങ്ക് ബാലൻസും ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അക്കൗണ്ടുകളൊക്കെ അവിടുത്തെ പാസ്റ്റർമാരെ ദൈവമക്കളെയാണ്. എന്തുകൊണ്ട് സംഭവിച്ചെന്നറിയാമോ? അവർ തൊട്ടു പുറകിലെ തലമുറയൊന്നും ഇറങ്ങി ചിരിച്ചായിരുന്നു, അവര് പ്രാർത്ഥിച്ചായിരുന്നു, അവരിറങ്ങി പ്രവർത്തിച്ചായിരുന്നു. ആത്മാവിന് എരിവോടെ ദേശത്തെ പിടിച്ചടക്കേണ്ടത്, തലമുറകളെ പിടിച്ചടക്കേണ്ടത് അവർ ദേശത്ത് ഇറങ്ങി പ്രവർത്തിച്ചു, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദേശത്തെ സുവിശേഷത്തിന്റെ വിത്ത് വിതച്ചു. എന്റെ അപ്പൻ അതിന്റെ റിസൾട്ട് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. അപ്പൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് അറിയത്തില്ല. പക്ഷേ അവൻ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഞാൻ അതിന്റെ റിസൾട്ട് കാണാൻ പോവുക. ഇതിനകത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ കരക്കൂട്ടത്ത് വിതച്ചതിന്റെ റിസൾട്ട് കാണാൻ പോവുക. കാവോട്ട് മക്കൾ വിതച്ചതിന്റെ റിസൾട്ട് കാണാൻ പോവുക. ഒരു സംശയം വേണ്ട. ആ റിസൾട്ട് കണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവരെ ഒരുമിച്ച് ദൈവത്തെ രാജസ്ഥാനില് കാര്യങ്ങൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഗുജറാത്തിലെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ ദാഹോദ് എന്ന് പറയും. ഗുജറാത്തിന്റെയും മധ്യപ്രദേശിന്റെയും രാജസ്ഥാനിന്റെ ഒക്കെ ബോർഡറാണ്. അവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ പിന്നെ സ്റ്റേഷനിൽ നമ്മൾ കാറിൽ സഞ്ചാരി ബസ്സിൽ പോകണം. ചെല്ലുമ്പോഴത്തേക്ക് കുഷാൽ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഒരിക്കലും 6 കോട്ടയൊക്കെ നിന്ന ഒരു സ്ഥലം. അവിടെ അല്പനാൾ സൂക്ഷിക്കാനായിട്ട് സഹായിച്ചു. ഒരുക്കി സ്റ്റേഷനിൽ വിളിച്ച സമയത്ത് പിക്കപ്പ് ചെയ്യാൻ വന്ന സമയത്ത് യുവദാസ് പറഞ്ഞു, പക്ഷേ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മറ്റേ ആന്റി കൺവേർഷൻ ബില്ല് പാസ്സായിട്ടുണ്ട്, മതപരിവർത്തന നിരോധന നിയമം പാസ്സായിട്ടുണ്ട്, നമുക്കൊന്ന് സൂക്ഷിക്കുന്നതൊക്കെ വേണമെന്ന് പറയാം. യുവദാസ് തീർച്ചയായും നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഒരു കാര്യങ്ങളും ഇവിടെ സംഭവിക്കത്തില്ല എന്ന് പറയും. ഹല്ലേലൂയ. ഉറപ്പോടെ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇതിനകത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് നിലകൊള്ളുന്നെങ്കിൽ ജീവന് ഹാനി വരുന്ന ഒന്നും അടുത്ത് വരാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ഇതിന്റെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത്, ഇതിന്റെ റൈറ്റ്സ് ദൈവത്തിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. ആശങ്കയോടെ ചെറിയൊരു സംശയത്തോടെ ആരെങ്കിലും ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്നൊന്ന് ബലപ്പെട്ട് തിരിച്ചു പോയാട്ടെ. സ്തോത്രം. അവൻ കപ്പലിലെ ചരക്കിന് മാത്രമേ അവൻ കേട്ടു വരത്തുള്ളൂ. ഇതിനകത്തുള്ള ഒരു ജീവന് പോലും ആപത്ത് വരത്തില്ല, തലമുടി നാളിലേക്ക് പോലും പോലും വരത്തില്ല എന്ന് എന്റെ ദൈവം എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു പൗലോസ് പ്രസ്താവിച്ചിട്ട് ഇതിനകത്തിരിക്കുന്ന തലമുടി നാളിലേക്ക് പോലും ഒരു പോലും എന്റെ ദൈവം അനുവദിക്കുന്നില്ല. ഇത് യേശു കർത്താവിന്റെ ജീവനുള്ള വാഗ്ദത്തമാണ്. പോയി അവരുടെയൊക്കെ നമുക്ക് എത്ര നല്ലൊരു ഹോളുണ്ട്. ദേവദാസന്മാരുടെ മിനിസ്ട്രി എത്ര ഭംഗിയായി ചൂടും തണുപ്പും ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല സൗണ്ട് സിസ്റ്റം, നല്ല പ്രൈവസി ഉണ്ട്, ഒരു ശല്യമില്ല, സുഖമായി സ്വസ്ഥമായി ആത്മാ
കർത്താവ് ദൈവത്തെ ആരാധിക്കാം. എന്നിട്ടും അവൻ അത് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ കസേരയിൽ ഒളിച്ചിട്ടവരെ ഓർത്ത് എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവത്തെ ഇവിടെ നിങ്ങൾ മിസ് ചെയ്യുന്നത്, ഇവിടെ നഷ്ടപ്പെടുത്തി കളയുന്നത്. ജീവനോടിരിക്കുമ്പോൾ ഈ കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്നില്ല, ജീവനോടിരിക്കുമ്പോൾ ജീവനുള്ള ആരാധന കർത്താവിന് വേണ്ടി നടത്താൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം ചോദിക്കേണ്ടി വരും. അവൻ ഉപദ്രവമൊക്കെ വരുന്ന സമയത്ത് പല പലയിടങ്ങളിലുള്ള മീറ്റിംഗ് നടക്കുന്നത്. ചിലപ്പോൾ പലത്തെ ചോദ്യങ്ങളായിരിക്കാം, ചെറിയ ചെടികളായിരിക്കാം, ചില വീടുകളായിരിക്കാം. മീറ്റിംഗൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി ശക്തമായ ദൈവ സാന്നിധ്യം അനുഭവപ്പെടുന്നു. ദൈവം ചില വർക്കൽസൊക്കെ ചെയ്യാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. 10-17 വർഷമായിട്ട് അവൻ സ്വന്തം കുട്ടികളില്ലാത്ത ചില സഹോദരന്മാരൊക്കെ പ്രാർത്ഥിക്കാൻ വന്നു. 17 വർഷം അതിനെ ഭരിച്ചുകൊണ്ടിരുന്നത് ആ ജീവിതത്തെ വിട്ട് പുറത്തു പോകാൻ തുടങ്ങി. സ്തോത്രം. അവൻ ജനറ്റിക്കായ ചില ഡിസീസസ് ഉണ്ട്, അവൻ ജനിതക രോഗങ്ങൾ. 2.5 വയസ്സുള്ള കുഞ്ഞ് മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അവൻ അത് മഹാരാഷ്ട്ര നാദർന്ന സ്ഥലത്തായിരുന്നു. സ്തോത്രം. അവൻ അവിടെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് പിന്നീട് ഹരിയാനയിൽ നിൽക്കുന്ന സമയത്ത് മഹാരാഷ്ട്രയിൽ വിളിക്കുന്നു, പാസ്റ്ററേ, അവൻ 2.5 വയസ്സുള്ള കുഞ്ഞിനെ എന്റെ അപ്പൻ സൗഖ്യമാക്കിയെന്ന് സാക്ഷ്യത്തിന്റെ ഒരു വാർത്ത പുറത്തു വന്നു. സ്തോത്രം. അവൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, സ്തോത്രം, ഈ കഴക്കൂട്ടത്തിനകത്ത് ഇവിടെ ചില മാവാരോഗികളുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഒരു സൗഖ്യം പ്രാപിക്കട്ടെ. ഇവിടെ ദുഷ്ടപ്പെട്ടിരിക്കുന്ന ചില തലമുറകൾ തലമുറയെ തളർത്തപ്പെട്ടിരിക്കുന്ന തലമുറയെ കുറ്റം തളച്ചിട്ടിരിക്കുന്ന എന്റെ ദൈവം കെട്ടുപൊട്ടിച്ച് പുറത്തു കൊണ്ടുവരട്ടെ. In the name of Jesus Christ. സ്കാനിംഗ് റിപ്പോർട്ടുകൾ വലിച്ചു കയറി കളയട്ടെ. ഡയഗ്നോസിസ് വലിച്ചു കയറി കളയട്ടെ. ഡോക്ടർമാരെ കാണാൻ പോകാതിരിക്കട്ടെ. പോകട്ടെ. തുള്ളിച്ചാടി ജീവനുള്ള ദൈവത്തിന് ജീവനുള്ള ഒരാരാധനയുള്ളത് വരട്ടെ. സൂക്ഷിക്കാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് പക്ഷേ സൂക്ഷികളൊക്കെ ചെയ്യണമെന്ന് എന്നോട് ഞാൻ വന്നിറങ്ങിയപ്പോഴേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞ ആൾക്കാർ നല്ല പുള്ളികളാണ്. ഞാൻ നോക്കുമ്പോൾ ആരാധന കഴിഞ്ഞ് കർത്താവ് സൗഖ്യമൊക്കെ വെളിപ്പെടുത്തി, ഭൂതങ്ങളെ പുറത്താക്കി, ദൈവസ്ഥാനം വെളിപ്പെട്ടു. മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി ഇവര് തുള്ളിച്ചാടി അവിടെ ഇവിടെ ഓടി നടന്ന് ഇവര് ശുശ്രൂഷിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞോ, സൂക്ഷിച്ച് കണ്ടും വേണയെന്ന്, സൂക്ഷിച്ച് കണ്ടും വേണയെന്ന് പറഞ്ഞു വിടുന്ന ചിലരെ കാണുമായിരിക്കും, ഓർമ്മപ്പെടുത്തുന്ന ചിലരെ കാണുമായിരിക്കും. പക്ഷെ തുള്ളിച്ചാടി ചില്ലുമ്പോഴുണ്ടല്ലോ, ആ തുള്ളിച്ചാടി രാജസ്ഥാനിൽ ഇപ്പം ഏറ്റവും വലിയ വിഷയം നടക്കുന്നത്. രാജസ്ഥാനിലെ ആ സ്ട്രീറ്റുകളിലൊക്കെ ഞങ്ങൾ ഇറങ്ങി ചെന്നു, പ്രാർത്ഥിച്ചു, സുവിശേഷം പറഞ്ഞു. ആ സ്ട്രീറ്റിൽ വെച്ച് ചില കൊച്ചുകുട്ടികളുടെ മേൽ ഭൂതോപദ്രവമുണ്ടായാലും ബാധയുണ്ടായാലും അതൊക്കെ ആ സ്ട്രീറ്റിൽ വെച്ച് തന്നെ മാറാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിന്നെ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോഴത്തേക്ക് അവൻ അതിലൊന്നും സൂക്ഷിക്കണമെന്ന് പറഞ്ഞ അവൻ സ്തോത്രം സാധുമാരി ഇനി എന്നാ വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ചിലര് ചോദിക്കട്ടെ, അവൻ സഹോദര നിങ്ങൾ കയറി ചെല്ലുമ്പോ, അച്ഛാ നിങ്ങൾ കയറി ചെല്ലുമ്പോ, അമ്മാവൻ നിങ്ങൾ കയറി ചില വീടുകളിൽ ചെന്ന് പ്രാർത്ഥിച്ചറിയുമെന്ന് ചോദിക്കട്ടെ, ഇനി എന്നാ വരുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇനി എന്നാ വരുന്നത് എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇനി എന്നാ വരുന്നത് എന്റെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇനി എന്നാ വരുന്നത് ഒന്നും വിളിച്ചു ചോദിക്കുന്ന ആത്മാവിനത് പറയട്ടെ, ആത്മാവ് പറയട്ടെ. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ചിലർ പറയാൻ പോവാ, എന്റെ വീട്ടിൽ ഒന്നൊന്ന് പ്രാർത്ഥിക്കാമോ, എന്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ, എന്റെ തലമുറയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ. നീ ഒന്ന് കാല് ചോദ്യാ എന്റെ ബന്ധനമടിയിലെന്ന്, എന്റെ കുടുംബം വിളിക്കപ്പെടുമെന്ന്, എന്റെ തലമുറ വിളിക്കപ്പെടുമെന്ന്. യെസ് യെസ് യെസ്, യേശുവിന്റെ നാമത്തിൽ അതിന് ചെയ്യാൻ കഴിയുന്നില്ല. കാലമാണ് ദൈവത്തെ മാത്രം കൊടുത്തിരട്ടെ. ഓ നമ്മ ശരീരനാണ് റീമാമാന ശബ്ദാതനാണ് രനരനസ്തനാണ് ദേവാന ശരീരനാണ് അതുപോലെ കടന്നിരിക്കുന്ന രാമന ശബ്ദാതനാണ് ദേവന ശബ്ദാതനാണ് ഓ ശബ്ദാതനാണ് ദേവാന ദേവനെ ദേവാന ദേവനെ ഇതിനകത്ത് ക്ഷീണിച്ചിരിക്കുന്നവരെ ചാടിയെഴുന്നേൽക്കട്ടെ.
പ്രാപിച്ചുകൊണ്ടിരിക്കുക. നിന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം നീ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക. നിന്റെ കൂടെയുള്ളവൻ ലോകത്തെ ജയിച്ചവനാ, മരണത്തെ ജയിച്ചവനാ. അവന്റെ ജയോത്സവമാക്കുക. ഇങ്ങോട്ട് വന്നപ്പോ കെട്ടി അടച്ചു വെച്ചൊരു അനുഭവം. അവൻ സ്വന്തം വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വഴിയിലേക്ക് കാല് വയ്ക്കുമ്പോഴും കെട്ടി അടച്ചൊരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് ചില ഭവനങ്ങൾ കുടുംബങ്ങളോട് നടന്നു വരുന്ന സമയത്ത് കെട്ടി അടച്ചൊരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് ഫലം സ്ഥാപിക്കട്ടെ. അഴിച്ചു വിടാൻ പോകുക, അവരെ അഴിച്ചു വിടാൻ പോകുക. ഞാനിവിടെ കണ്ണുനീര് വാർത്തുകൊണ്ടിരിക്കും. എന്റെ കുഞ്ഞുങ്ങളെ വിശപ്പ്, എന്റെ കുഞ്ഞുങ്ങളെ ആവശ്യം കാണുമ്പോൾ എനിക്ക് പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല. അമ്മാമേ, പ്രിയ സഹോദരൻ, എനിക്ക് പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞില്ലേ? നാളെ അവന്റെ ഭവനത്തിനകത്ത് കാല് ചവിട്ടി പ്രാർത്ഥിക്കാൻ പോവുക. അവന്റെ ഭവനത്തിനകത്ത് കാല് ചവിട്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഒരു മണി അരി പോലും ഇല്ലാതെ, ഒരു ഒറ്റ കാരണം പോലും ഇല്ലാതിരിക്കുക. ശൂന്യമായിരിക്കുന്ന ചിലരെ വാർത്തെടുക്കാൻ പോവുക. എങ്ങനെ അറിയാവുന്നത്? എന്റെ നാട്ടുകാരനാണ്, അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം കട്ടപ്പനക്കാരനാണ്, പൈനാവ് രണ്ടും ഇടുക്കി ജില്ലയിലാണ്. സ്തോത്രം. അവൻ 98 ഇടുക്കിയിൽ പോകുന്നത്. സ്തോത്രം. മുൻപൊക്കെ പല വേദവാസത്തിന്റെ സമയത്ത് മുൻപൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഞങ്ങൾ ഇടുക്കിക്കാർക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇപ്പോഴല്ല, മുൻപ് അവൻ സാമ്പാർ വെച്ചാൽ ഈ യഹൂദന്മാർക്ക് അങ്ങനെ കോഷമി എന്ന് പറയുന്നത്, യഹൂദന്മാർക്ക് ഈ മാംസാഹാരം ഉണ്ടാക്കാൻ പ്രത്യേക പാത്രമുണ്ട്, സസ്യാഹാരം വയ്ക്കാൻ പ്രത്യേക പാത്രമുണ്ട്. ഈ പാത്രം അവിടെ കൊടുക്കുന്ന, ഇതെടുത്ത് ഇവിടെ ഇടുന്ന, അതിനകത്ത് ഇതിനകത്ത് മിക്സ് ചെയ്യുന്ന ചില പരിപാടികളുണ്ട്. അതിനകത്തേക്കൊന്നും പോയേക്കരുത്. ഓരോ പാത്രത്തിനകത്തും എന്ത് പകരണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമേ പകരാവൂ. ഇല്ല എങ്കിൽ അനുഭവം നേരെ മറിച്ചായിത്തീരും. അതിനകത്ത് ഒന്നും എടുത്ത് പകർന്നേക്കരുതേ. അവനവന്റെ പാത്രത്തിനകത്തേക്കും മറ്റൊരുവന്റെ പാത്രത്തിനകത്തേക്കും അതിനകത്ത് ഒന്നും എടുത്ത് പകർന്നു കൊടുക്കരുത്. പകർന്നു കൊടുക്കാൻ സ്തോത്രം ഒന്നേ ഉള്ളൂ, അധികമൊന്നുമില്ല. അതിന്റെ അപ്പനായ യേശുവിന്റെ നാമമാണ് പകർന്നു കൊടുക്കാറുള്ളത്. ആകാശത്തിന് ഭൂമിക്ക് നാമനായ സകലത്തെ ഉളവാക്കുമ്പോൾ അരികിലുണ്ടായിരുന്നു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലവും അവന് വേണ്ടി അവനായി ഉളവായി. യേശുവിനെ പറഞ്ഞു തന്നെ മുന്നിൽ കരപ്പെട്ടുള്ള പാത്രങ്ങളുണ്ട്, വീടുകളുണ്ടെങ്കിൽ കരങ്ങളുണ്ടെങ്കിൽ പൊന്നുവെക്കാൻ കഴിയില്ല. ഒന്നേ ഉള്ളൂ, യേശുവിന്റെ നാമം. Name of Jesus Christ. Hallelujah. ഞങ്ങൾക്ക് സാമ്പാർ ഒക്കെ വെച്ചാൽ, രസമൊക്കെ വെച്ചാൽ ദിവസം അറിയാം. ഒരാഴ്ചയൊക്കെ സാമ്പാർ കേൾക്കുന്നതായിരിക്കും രസം. ഇവരെയൊക്കെ 3-4 ദിവസം വരിക്കും. ഞാൻ കിടിക്കുന്ന ഫ്രിഡ്ജിന്റെ ആവശ്യമില്ല. വെളിച്ചെണ്ണയൊക്കെ പിറ്റേ ദിവസം രാവിലെ 7 മണി 6 മണിയാകുമ്പോൾ അവൻ കട്ട വിളിച്ച് വെള്ളം. ഇന്ന് വെളിച്ചെണ്ണയ്ക്ക് നിറവുമില്ല, പക്ഷെ അന്ന് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ഈ മണ്ണ് പോലെ ആ കുപ്പിക്കകത്തിരിക്കും. പിന്നെ അമ്മച്ചി ഇങ്ങനെ പ്രയാസം, ബുദ്ധിമുട്ട്, വേദനയൊക്കെ വരുമ്പോൾ കറുത്ത പുറച്ചട്ടയുള്ള ബൈബിളെടുത്ത് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് ഒട്ടിച്ച് സന്ധിക്കിരുന്ന് കരച്ചിലേ ഉള്ളൂ. ഞാൻ വിളിക്ക് കരച്ചിൽ മാത്രമേ
ഞങ്ങൾ കൊണ്ടൊക്കെ പ്രാർത്ഥിപ്പിക്കും. എന്നിട്ട് കൺവെൻഷൻ എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കുന്നു. ഈ വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ, ഈ വെളിച്ചെണ്ണ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഞാൻ എൻ്റെ അനിയനാണ്, പുള്ളി വെളിപ്പാടത്തോളം എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം, ബുദ്ധിമുട്ട്, പണവൈകല്യം, ആരോഗ്യ പ്രശ്നം വരുമ്പോൾ ഈ ഇതിനകത്ത് ഒരു ചെറിയ സ്പൂണുണ്ട്. കാരണം ഇതെടുക്കാൻ പറ്റത്തില്ല, കട്ടിയായിരിക്കുക. ഒരു സ്പൂണിട്ട് ഇതിനെ പുറത്തെടുത്ത് എണ്ണ രുചി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആമേൻ. അന്നൊക്കെ ഞങ്ങൾക്ക് കൺവെൻഷൻ വർഷത്തിൽ ഒരിക്കലൊക്കെ വരത്തുള്ളൂ ഇവിടെ. കാരണം അവിടെ മുഴുവനും അമ്മയാണ്. എനിക്ക് എൻ്റെ അമ്മച്ചി മരിച്ചുപോയി. അതിനുശേഷം ഞങ്ങൾ 2007 തോട്ടത്തിൽ പോകുന്നു. എൻ്റെ അമ്മച്ചി മരിച്ചുപോയി. പക്ഷേ എനിക്ക് ജന്മം നൽകിയ എൻ്റെ മദർ, എൻ്റെ അമ്മച്ചി അല്ലാതെ എനിക്ക് വേറെ അമ്മയില്ല. പക്ഷെ ഇടുക്കി മുഴുവൻ വേറെ അമ്മമാര്. ഇടുക്കിയിൽ അമ്മ ഇങ്ങനെ ജംഷത്തോളം നിൽക്കുക. സ്വതം അമ്മയുടെ മുമ്പിൽ ചില നേർച്ച പാത്രമൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് വല്ല തന്നെ സ്വതം എപ്പോഴും അമ്മ വയ്യാവരത്തും ഇടുക്കിയിലും ചേലച്ചോറും ഇടുക്കി കവലയിലും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മൊത്തത്ത് വാറക്കുളത്ത് മൂലമത്തെ അമ്മയ്ക്ക് വല്ലോ അതിൻ്റെ നടുവിൽ പെന്തക്കോസ്തിന്റെ അനുഭവം അവനൊപ്പം സമയമെടുത്ത് മുന്നോട്ട് വരാനായിട്ട് സ്തോത്രം. പക്ഷെ കാലം ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അനീഷ് എന്ന് പറയുന്ന, രാജേഷ് എന്ന് പറയുന്ന, അവൻ അനീഷ് കട്ടപ്പനയെന്ന്, റിനീഷ് കട്ടപ്പനയെന്നൊക്കെ ദൈവദാസന്മാരെ അവിടെ നിറക്കി വിടാൻ തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ അതിലേറ്റവും വലിയ സന്തോഷ വ്യക്തി ഞാനായിരിക്കും. എല്ലാം അറിയാമോ? അവൻ അമ്മയ്ക്ക് പടിയറച്ച് പുറത്താക്കിയിട്ട് അവൻ സർട്ടിഫിക്കറ്റിനകത്ത് അമ്മയുടെ പേരൊക്കെ വലിച്ചു കയറി ദൂരെ കളഞ്ഞിട്ട് അപ്പന്റെ പേര് സർട്ടിഫിക്കറ്റിനകത്ത് എഴുതി ചേർത്ത അനുഭവമല്ല. അതെന്തോ തുണിക്കാരെ മതി വരത്തില്ല. അമ്മയുടെ കേവലമല്ലേ അപ്പന്റെ കേവലങ്ങളെ അറിയപ്പെടുന്നത്. ഇതിനൊരു പറഞ്ഞറിയാം. അതിനപ്പുറത്തുണ്ട്. അതിനപ്പുറത്തുണ്ട്. വിഷമം വന്നാലും സാധനമില്ല. ആമേൻ, ആമേൻ. ഇനി അമ്മയ്ക്ക് നേർച്ച പോകത്തില്ല. ഇനി അമ്മയ്ക്ക് നേർച്ച പോകത്തില്ല. ഇനി അമ്മയ്ക്ക് കാഴ്ച പോകത്തില്ല. ഇനി സ്നേഹം അമ്മയ്ക്ക് പോകത്തില്ല. ഇനി മഹത്വം അമ്മയ്ക്ക് പോകത്തില്ല. ഇനി ബഹുമാനം അമ്മയ്ക്ക് പോകത്തില്ല. ഇനി സ്തോത്രം അമ്മയ്ക്ക് പോകത്തില്ല. സകല ബഹുമാനത്തിലും മാനത്തിലും സ്തോത്രത്തിലും സ്തുതികൾക്കും എന്റെ കർത്താവാണ് അവൻ യോഗ്യനായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നാം എവിടേക്കോ അമ്മയെ പറ്റി പറയുമ്പോൾ അമ്മയെ അമ്മയെ ഞങ്ങൾക്ക് പറയാമെന്നല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ അടിസ്ഥാനമായി ചിന്തിക്കുക. വേദപുസ്തകത്തിനകത്ത് അമ്മയെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. 66 പുസ്തകം തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നവരെ പറയുന്നത് പിതാവാം ദൈവത്തെ പറ്റിയും അവൻ നിത്യപിതാവായ യേശു ക്രിസ്തുവിനെ പറ്റിയും ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ പറ്റിയല്ലാതെ ഇതിനകത്ത് അമ്മയെ പറ്റിയൊന്നും പറയുന്നില്ലെന്നേ. സ്തോത്രം. ഹല്ലേലൂയ. നിത്യപിതാവായ ക്രിസ്തുയേശുവിന്റെ നാമത്തിലാണെങ്കിൽ തല കുനിക്കേണ്ടി വരത്തില്ല. മറ്റു വല്ല നാമത്തിലുമാണെങ്കിൽ തല കുനിയുമോ? ഇതിനകത്ത് കടന്നു വന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണെങ്കിൽ ഇത് തല കുനിഞ്ഞു പോകത്തില്ല. ഈ കാല് കുനിഞ്ഞു പോകത്തില്ല. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. അവൻ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ.